എങ്ങനെ ഇപ്പോൾ അരിയാൻ പോണേ? സ്ക്വയർ ആയിട്ട് സാധാരണ ഡൈസ് ഒളിച്ചിരിക്കണ അമ്മ പറയുന്നത്. ഒരു കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ, അതിലേക്ക് ഒരു 4 തക്കാളിയും 2 ഉള്ളി. തക്കാളി അധികം വേണം. കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതൊക്കെ കൂടിയിട്ട് വേവിക്കാം. കുക്കർ വേവിക്കാം. ഇത് തക്കാളി ഉണ്ട്, ആവറേജ് സൈസ്. ഇത് 2 ഉള്ളിയുണ്ട്, സവാള 2 എണ്ണം, അതും ഡൈസ് ചെയ്തത്. പിന്നെ കുറച്ച് മുളക്, പച്ചമുളക് 2 എണ്ണം ഉണ്ടാവും അല്ലേ? ഇല്ല, 1-1.5. അപ്പോൾ കുട്ടികളൊക്കെ എരിവല്ലേ, അപ്പോൾ കുറച്ച്. പിന്നെ ഒരു 1 ഇഞ്ച് നമ്മുടെ ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഇതും അതിലിട്ട ഇത് കഴിഞ്ഞു. പിന്നെ ഒരു 10-15 കശുവണ്ടി. ഇത്രയേ ഉള്ളൂ. അത് വേണ്ട മതി, അത് ഇട്ടു, വേറെ ഇത്രയും മതി. ഇത് ഇനി കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് വേവാൻ പാകത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിലൊരു 3 വിസിലും പിന്നെ ഒരു 2-3 മിനിറ്റ്. ഉപ്പൊന്നും ചേർക്കില്ല അല്ലേ? ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ചെയ്യുന്നു. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. കുക്കറിൽ നമ്മളൊരു 2-3 വിസിൽ വേവിക്കാം. ഇത് ബ്രസ്റ്റ് ബോൺലെസ് ആണ്. ഇതിങ്ങനെ ബൈറ്റ് സൈസ് പീസസ് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാകും. ജെല്ലി പോലെ ഉണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഒരു കഷ്ണം കൂടി എടുക്കാം, എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ മുറിച്ചാൽ മതിയല്ലോ. മാരിനേഷനിൽ എന്തൊക്കെ ഇടുക എന്നുള്ളത് കാണാലോ. അത് അതിന്റെ ഒരു കുറച്ച് അതിന് എൻജോയ്ഡ് ആയി ചിക്കൻ ഇസ് എൻജോയ്ഡ്. ഇത് ഇങ്ങനെയും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതിലിങ്ങനെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെമൺ. അതെ, അത് പോട്ടെ, അത് സാരമില്ല, അതൊക്കെ നമുക്ക് എടുത്ത് കളയാമല്ലോ. ഇതിലൊരു കുഴിയും കണ്ടില്ലല്ലോ. ഏതിലെ? രണ്ടാമത്തെ പീസ് അല്ല, അതിന് കുറച്ചോട്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഉപ്പ്, സോൾട്ട്. അല്ല, ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടാണ്. ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവൻ വിചാരിച്ചു കറിയിലേ ഉപ്പിടും. കറി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിടും. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി. അത് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ ഒഴിക്കുന്ന എണ്ണ നല്ലെണ്ണ. ഒഴിക്കണം അല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കില്ല, നല്ലെണ്ണ. ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. റിഫൈൻഡ് ഓയിൽ ഓ, പിന്നെ സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ, ഏതെണ്ണയും പറ്റും.
വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നോർത്തേൺ ടേസ്റ്റ് കിട്ടില്ല, അത് നമ്മുടെ കേരള ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ വെറും ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ പാനിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് സോത്തേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എരിവില്ലാതിരിക്കുന്നു. ഞാൻ എനിക്ക് ഉണ്ടാക്കാണ്ട് ഇതുപോലെ. ഇതിങ്ങനെ വെച്ചാൽ മതി. അത് ക്യാപ്സിക്കവും സവാളയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം. ഇതാണ് മാരിനേഷൻ. അത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ്സ് മതി. ഹാഫ് ആൻ അവർ. 3 വിസിൽ കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച്. വിസിൽ കാണണോ? ഇല്ല, കുഴപ്പമില്ല. 3 വിസിൽ കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റ്. ഓക്കെ, ലോ ഫ്ലെയിം. ഓക്കെ. തുറന്നു നമ്മൾ കുക്കർ. ഒരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലും. 3-4 വിസിൽ ലോ ഫ്ലെയിമിലും വെക്കണം. അത് നന്നായി വെന്ത് കിട്ടണം. പെട്ടെന്ന് വേഗം ചെയ്യും. അത്ര വേവാനൊരു പ്രശ്നമില്ല. ചൂടുണ്ടേ മുള. ഇനി നമുക്കിത് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് അത് തണുക്കും. നല്ലെണ്ണ. ഇതാവുമ്പോ അധികം എണ്ണയും വേണ്ട. ഇത്ര എണ്ണയിൽ നമുക്ക് ശരിക്ക് ഇത് ചെയ്യും. ബാംഗ്ലൂരില്ല. നിങ്ങൾ ചെയ്യാനുണ്ടോ? ഇതിങ്ങനെ തിന്നാൻ സുഖാ. ഇതാക്കി കഴിഞ്ഞാൽ തരാം. 2 വർഷം കഴിച്ചു നോക്കാം. നല്ല സുഖം. ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചെറിയ സോയാ സോസ്, കുറച്ച് സോയാ സോസൊക്കെ ഒഴിച്ച് ക്യാപ്സിക്കം ഓ ശരി. ചൂട് തപ്പിന് നമ്മൾ നിൽക്കില്ല. നമുക്ക് നമ്മൾ കുക്കറിൽ കുറെ നേരം വേവിക്കണം. ഹൈ ഹീറ്റിലല്ലേ? ലോ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് പുറത്ത് വരും. അപ്പൊ പിന്നെ അത് വേവ് തരും. പെട്ടെന്ന് വരും. നോൺ സ്റ്റിക് പാത്രം കൊണ്ടാണെങ്കിൽ അടി പിടിക്കില്ല പെട്ടെന്ന്. സാധാരണ ഹോട്ടലിൽ നോൺ സ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ല. അവരാകുമ്പോൾ ഇരുമ്പിന്റെ അത് ചെയ്യും. അത് കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പർ ആവും. അപ്പൊ പിന്നെ അത് നോൺ സ്റ്റിക് പോലെ തന്നെയാവും. അത് മിക്സ് ആവാൻ ഇത്ര വെള്ളം വരുന്നത്. ഈ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിക്കൻ റെഡി. അതിങ്ങനെ സോട്ടേ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടും. ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഇടുക. ഓ ഷെഫിനെ പറ്റി 2 വാക്ക് അച്ചയ്ക്ക് പറയണ്ടോ? അച്ചയ്ക്ക് 2 വാക്ക് പറയണ്ടോ? പൂനെയിലെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഷെഫാണ്. പൂനെയിൽ അറിയപ്പെടുന്ന ഷെഫ് മധീഷ് പിള്ള. പിള്ളയല്ല മേനോ. എതിരാളി വെള്ളപ്പം കഴിയുന്ന വെള്ളപ്പം ചട്ടി വെള്ളപ്പം വെള്ളപ്പം ചമ്മന്തി
അവള് കഴിച്ചു. അല്ല അതാ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഇല്ല, എന്നാലും നമുക്ക് എടുക്കാം. അരക്കണം, നമുക്ക് മെല്ലെ അരക്കാം. നോക്കാം. അത് ഒന്നിച്ചങ്ങോട്ട് അരച്ചാലേ ഇതാവുള്ളൂ. നമ്മൾ മെല്ലെ ഒന്ന് തിരിച്ച് പിന്നെ ഓഫ് ചെയ്ത് പിന്നെ തുറന്ന് പിന്നെ ഇത് വരുന്നു. അല്ലെങ്കിൽ പിന്നെ മുകളിലൊരു ഇതുണ്ട്, അത് തുറന്ന് വെക്കണം. ഈ വെള്ളം ഇല്ലാതെ അരക്കണം. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, നൈസാവില്ല, ഫൈൻ പേസ്റ്റ് ആണ്. എന്നിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, പിന്നെ കറിയിലേക്ക് ഒഴിക്കാം. അധികം അരക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഇതിലൊഴിക്കാം. തക്കാളിയൊക്കെ വേവിച്ച വെള്ളം. എന്നിട്ട് ഇത് മുഴുവനും നമുക്ക് ഇതിലുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിലുള്ള എണ്ണയൊക്കെ ചിക്കൻ്റെ ചൂടാക്കിയാലോ ഈ എണ്ണയും ആ ചിക്കൻ്റെ ആ ഇതും എല്ലാം നമുക്ക് ഇതിന് ഡീഗ്രീസിങ് എന്ന് പറയും. ഡീഗ്രീസിങ് അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ. ഇതിൽ നമ്മൾ സിനമൺ, പിന്നെ പറയുന്ന കരുവേപ്പില, പട്ട, 2 കഷ്ണം നമ്മുടെ ഗ്രേവി. ഇതിന്റെ മരമുണ്ട് ഇവിടെ ഞങ്ങളുടെ ഉണ്ട്. കടയുണ്ടാക്കും ഇടയ്ക്ക്. അതിലേക്ക് ഇത് ഒഴിക്കും. മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ഈ വെള്ളം ഒഴിക്കുമോ നമ്മള്? അത് ഒഴുക്കി നട്ടൊന്ന് തിളയ്ക്കും നന്നായിട്ട്. അപ്പൊ അത് കുറുകി വരും. ഇതിപ്പോഴല്ല, നമുക്ക് എത്ര വെള്ളം വേണം ഇത് ഒഴിച്ചിട്ട് കുറുകി കഴിഞ്ഞാൽ ഇത് ഗ്രേവി കുറച്ച് തിക്കായിരിക്കുമല്ലോ. ഗ്രേവി നിർത്തി വെച്ചാൽ അമ്മൂമ്മയ്ക്ക് കൊടുക്കും. അമ്മൂമ്മയ്ക്ക് പനീറിട്ട് ഇത് ആദ്യം ഗ്രേവി റെഡി ആയി കഴിഞ്ഞാൽ പനീർ ഇടും, അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. ഇതിടാൻ പോകുന്ന മഞ്ഞൾ, കശ്മീരി മുളക് പൊടി ഇടണം. എന്നാൽ അതിൽ കളർ കിട്ടും, പക്ഷെ അതിൽ അധികം എരിവ് പാടില്ല. ഹോട്ടലിലൊക്കെ അവർ കളർ ഇടും. ഇത് കളർ ഇടാതെ തന്നെ നമുക്ക്
കെച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ കെച്ചപ്പിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റിൻ്റെ കളറുണ്ട്. നമ്മൾ അരിക്കൊന്നും വേണ്ട, ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട്. ഇതൊരു ഈ ഒരു കപ്പില്ലേ, ഈ ഒരു കപ്പിന് ഒരു ഹാഫ് കപ്പ് ഒഴിക്കും കെച്ചപ്പ്. കളറ് കളറ് വരും വരും. ഇത് ഗരം മസാല. ഇത് ഗരം മസാല എന്തോരം വേണം? ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ, അധികം വേണ്ട. ഇതിപ്പോ എന്തുണ്ടോ? ഒരു ടേബിൾ സ്പൂൺ ഉണ്ടോ? ഒരു 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. പിരിയൊന്നുമില്ല. അമുലിന്റെ ബട്ടർ ചിക്കൻ നമ്മൾ ബട്ടർ ഇട്ടില്ലേ? ബട്ടർ ഇടും, ഇനി ചിക്കൻ ഇടും. മമ്മിക്കുള്ളത് എടുത്ത് വെച്ചിട്ട് സിമ്പിൾ. ഉപ്പിടണം. ഉപ്പിട്ടില്ലല്ലോ. ഉപ്പിടണം. ഉപ്പിട്ടാ കളർ വരും. ആ മനസ്സിലായി. ടേസ്റ്റ് ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ടേസ്റ്റ് ഈ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മധുരം വേണം, പുളി വേണം, എരിവ് വേണം, എല്ലാം വേണം. എല്ലാം ടേസ്റ്റും വേണം. ആ ഇപ്പൊ സോൾട്ട് ഇടും. ഇത് കഴിഞ്ഞാൽ ഇല്ല, ഈ ചിക്കന് കുറച്ച് നമ്മൾ സോൾട്ട് ഇട്ടില്ലേ സോത്തേ ചെയ്യുമ്പോൾ, അപ്പൊ ഇതിൽ കുറച്ചിടുക. എന്നിട്ട് നമുക്ക് നോക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് നമുക്കത് ഇനി വേണമെങ്കിൽ ഇടാം. സൂര്യമേത്തി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ചേർക്കും. ഇത് പൊടി പോലെ കസൂരി മേത്തി ഒരു 100 മതി അല്ലേ? അധികമൊക്കെ കഴിക്കും. മണം വന്നില്ലേ ബട്ടർ ചിക്കൻ? ആർട്ടിഫിഷ്യൽ കളേഴ്സ് നമ്മൾ ചേർക്കുന്നത് നല്ലതല്ലോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. ടൊമാറ്റോ കെച്ചപ്പിന്റെ കളറും ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അധികം എന്നിട്ട് അതിൽ കളർ ഇട്ട് തരും. അങ്ങനത്തെ നല്ലതല്ലോ, ഹെൽത്തി അല്ലോ. പനീർ എടുക്കാം. ഉപ്പ് വേണോ? നന്നായിട്ടുണ്ട്. കുറച്ച് ഉപ്പ്. പനീറിട്ട് നമ്മൾ പനീർ ബട്ടർ മസാലയും ചിക്കനിട്ട് ബട്ടർ ചിക്കൻ ഇത് ഇതേമാതിരി ഒന്ന് സോട്ടേ ചെയ്തു. അത് നല്ലെണ്ണ ഇതൊന്നും സോട്ടേ ചെയ്യണം. അധികം സോട്ടേ ചെയ്താൽ റബ്ബറാവും. അല്ല രണ്ടും വേറെ കാര്യം.
കഴിഞ്ഞ വീഡിയോ വരുമോ പോരൂടാ കണ്ണ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കില്ലേ മുകളിൽ വെള്ളം കൊണ്ടുവച്ച് അത് ചെറിയ ഐസ് ക്യൂബ്സ് ആവില്ലേ, അതുപോലെ ഈ ഗ്രേവി അതിൽ ഒഴിച്ച് വെക്കും. അപ്പൊ ആവശ്യമുള്ളപ്പോ ഒരു ക്യൂബ് എടുക്കുക, കറി ഉണ്ടാക്കാം. കറി ക്യൂബ് അതിപ്പോ ഈ ഗ്രേവി ഇങ്ങോട്ട് കണ്ടോ, പനീറിലേക്ക് കറി വെച്ചു, ഗ്രേവി വെച്ചു. So easy. കണ്ടോ, കളർ കണ്ടോ, കളറുണ്ടോ, റെഡ് ആയില്ലേ? ഇത് കഴിഞ്ഞാൽ ചിക്കൻ അതിലേക്ക് ചിക്കൻ പനീർ ബട്ടർ മസാല. കൊണ്ടുവന്നോ? ഇതിനകത്തേക്ക് ചിക്കൻ ഇടുമ്പോ ബട്ടർ ചിക്കൻ കണ്ടോ, സിമ്പിളായിട്ട് 2 കറികൾ. റെഡിയായി, 2 കറീസ്. ഇത്ര ചിക്കൻ കിട്ടും? അതെ, റെസ്റ്റോറൻറ്റിൽ വാങ്ങുമ്പോൾ ഇത്രയും പീസൊന്നും ഉണ്ടാവില്ല. കുറെ ഗ്രേവി ഉണ്ടാവും. 8 പീസ് ഉണ്ടാവും, കുറെ ഗ്രേവിയും കാണും. ഒന്ന് തിളപ്പിച്ച് തിളക്കട്ടെ. മല്ലിയില അതാണ് മിൽമേനാ, അത് മിൽമേനാണോ? റെഡി. കമാച്ചാ ടേസ്റ്റ് ചെയ്യും. കോഴി ടേസ്റ്റ് ചെയ്യുന്ന കണ്ട ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പ്ലേറ്റ് എടുട്ടെ, ഡ്യൂട്ടി ആയിട്ടാ. സൂപ്പർ. നമ്മള് ഇത് കഴിച്ചതാ. എത്ര പേര് ചോറ് കഴിക്കുന്നുണ്ട്? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ജീര റൈസ്. യെസ്, ഇതിൽ കുറച്ചെണ്ണ ആദ്യം ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് കത്തിപ്പോകും. നെയ്യ് കത്തി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റൈസിന് ടേസ്റ്റ് വ്യത്യാസം. ജീര റൈസ്. ഒന്നും അതിനിടാവില്ല. ഇത് ജീരകം, സാധാ ജീരകം, വെള്ളം തിളപ്പിക്കുന്ന ജീരകം അല്ലേ? ഒരു ടീസ്പൂൺ ഉണ്ടാവും. നമ്മള് റൈസ് എത്ര എടുക്കുന്നത് അതിനനുസരിച്ച്. ഇതിപ്പോ നമ്മൾ 2 കപ്പ്, 2 ഗ്ലാസ് 2 ഗ്ലാസ് റൈസ്.
ആകെ ഉണ്ടാക്കാൻ പറ്റണം അല്ലേ? ഓഫീസിൽ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നു. അതെ. ചിക്കൻ എടുത്തു വെക്കാട്ടോ, നാളെ വന്ന് കഴിക്കണോ. കുറച്ച് ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. കുരുമുളക് പൊടി വേറെ ഇല്ലല്ലോ, നീ പൊടിച്ചിട്ട് വേണ്ടേ? പൊടി ഉണ്ടോ? പൊടി ഇല്ല, കുഴപ്പമില്ല, കുട്ടികൾ കഴിക്കില്ല, വേണ്ട. ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി. നീ വെള്ളം നമ്മള് അളന്ന ഗ്ലാസ്സില്ലേ, 2 ഗ്ലാസ് അരിക്ക് നോർമലി നമ്മള് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇതിൽ 4 ഗ്ലാസും കുറച്ച് കുറവ്, 4 കുറച്ചുകൂടെ കുറവ്, 3.25 ഗ്ലാസ് 3.25 അല്ലേ? നന്നായിട്ട് ഇങ്ങനെ ഇതായി കിട്ടും, പൊട്ടില്ല. ഇത് 3.25 ഗ്ലാസ് അതിൽ ഉപ്പിട്ട് കഴിക്കുന്നു. ഇതിൻ്റെ ഒന്ന് ചെയ്യാനുള്ളത്, നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിന്റെ ഉപ്പ് നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഉപ്പുണ്ടോ വേണ്ട, കുറച്ച് കുറവായാലും കുഴപ്പമില്ല, വേണമെങ്കിൽ മുകളിൽ നിന്ന് ഇടാലോ. ഞാൻ സാധാരണ നോക്കാറില്ല, പിന്നെ മുകളിൽ നിന്ന് നമ്മൾ കുറച്ച് ജീര റൈസ് മിക്സ് ചെയ്യാൻ. ഓ ജീരക മോള് കാണിക്കണോ? മതിയല്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഞാൻ അവിടെ പോയിട്ട് ട്രൈ ചെയ്യും. സിമ്പിൾ അല്ലേ? ഓഫീസിൽ കൊണ്ടുപോകാൻ കൊടുക്കും. അതെ. ആ വെള്ളം നല്ല കറക്റ്റ് അല്ലേ? ശരിക്കും റൈസ് കുക്കറിലാണ് ഉണ്ടാക്കാം. അത് പിന്നെ ഒന്നും നോക്കാല്ല, ഈ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അതായ തന്നെ റൈസ് കുക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അത്ര വിലയൊന്നുമില്ല റൈസ് കുക്കർ. അതിൽ കുറെ പുലാവ് ഉണ്ടാക്കാം, നല്ല നന്നായി പുലാവ് ഉണ്ടാവും. Thank you for cooking. Welcome. Taking all the effort. Yes, done. Thank you. ഞാൻ അമ്മയും കഴിക്കും. ഇത് ശരിക്കും കുറച്ച് നേരം കൊണ്ടുപോയി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആവി പോകും, നല്ല ഉലർന്ന് കിട്ടും. മറ്റേ ചിക്കൻ കൊണ്ടുപോയി. ചിക്കൻ കൊണ്ടുപോയി. തൈര്